സർ നമസ്കാരം. നമസ്കാരം. ഈ 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അതായത് 10 വർഷത്തെ ഭരണത്തിന് ശേഷം ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പടിയിറങ്ങുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും കേൾക്കാൻ സാധിക്കുന്നത്. പിണറായി വിജയന്റെ കിരാത ഭരണത്തിന് എതിരെ, അതുപോലെ പിണറായി വിരുദ്ധ വികാരം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. പിണറായി വിജയൻ സർക്കാരിനെതിരെയാണ് വിധിയെഴുത്ത് നടന്നിരിക്കുന്നത് എന്നാണ് പല കോണുകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ പലതും ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പടിയിറങ്ങും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് കിട്ടിയ പല വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയ വാർത്തകൾ പരിശോധിക്കുമ്പോൾ ഒരു പരിധിവരെ അത് ശരിയാകാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഒരു വേള പിണറായി വിജയൻ തന്നെ വലിയ ഭൂരിപക്ഷമൊന്നുമില്ലെങ്കിലും ഏതാണ്ട് ഒരു 77 സീറ്റുകൾ നേടി വീണ്ടും ഭരണത്തിലേക്ക് വരും എന്നുള്ളൊരു വർത്തമാനവും നമ്മൾ കേൾക്കുന്നുണ്ട്. AKG സെന്ററിൽ ചേർന്ന സംസ്ഥാന സമിതിയിലും ഇത് തന്നെയാണ് വിലയിരുത്തപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ പടർന്ന് കേൾക്കുന്ന മറ്റൊരു വാർത്താവിശേഷമുണ്ട്. കോൺഗ്രസിന് അഥവാ UDF ഭരണം കിട്ടും 2026 തെരഞ്ഞെടുപ്പിൽ. അങ്ങനെയെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ വലിയ കോലാഹലം നടക്കുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്ന് പറയുന്നു. രമേശ് ചെന്നിത്തല വരും എന്ന് പറയുന്നു. പ്രതിപക്ഷ നേതാവായ VD സതീശനാണ് കോൺഗ്രസിനെയും UDFിനെയും അധികാരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്തത്. അതുകൊണ്ട് സ്വാഭാവികമായും VD സതീശന് തന്നെ മുഖ്യമന്ത്രി പദം കൊടുക്കണം എന്നിങ്ങനെയുള്ള പല ഒച്ചപ്പാടുകളും നടക്കുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം ഒച്ചപ്പാടുകൾക്ക് പിറകിൽ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് നീക്കി നിർത്തുന്നതാണോ ഇവരുടെ ലക്ഷ്യം? അഥവാ ഇടതുപക്ഷ ക്യാമ്പിൽ നിന്നും ഉണ്ടായ ഏതെങ്കിലും അജണ്ടയുടെ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു നറേഷനാണോ ഈ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള വിവാദം എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്. ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ഒരു മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ കേരളത്തിലെ വലുതും ചെറുതുമായ നിരവധി തെരഞ്ഞെടുപ്പുകൾ, അതായത് ഉപതെരഞ്ഞെടുപ്പും പ്രധാന തെരഞ്ഞെടുപ്പുകളെല്ലാം വളരെ രാഷ്ട്രീയ പ്രാധാന്യത്തോടുകൂടി നോക്കിക്കാണുകയും പലപ്പോഴും വിമർശനാത്മകമായി അതിനെ കാണുകയും വിധിയെഴുത്ത് നടത്തുകയും അതിൻ്റെ പ്രവചനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ആളെന്ന രീതിയിൽ എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത്? ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് എങ്ങനെയാണ് സംസ്ഥാന തലത്തിൽ, കേരളത്തിൽ മാത്രമല്ല എല്ലാ തലങ്ങളിലും നേതാക്കളെ കണ്ടെത്തുകയും അവരോധിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് പഠിക്കുമ്പം വളരെ വിചിത്രമായ അല്ലെ അത്ഭുതകരമായ ചില കാര്യങ്ങൾ വെളിപ്പെടും. ഒന്ന്, ഏതെല്ലാം സ്റ്റേറ്റിൽ കരുത്തരായ കോൺഗ്രസ് നേതാക്കന്മാർ വളർന്നു വന്നിട്ടുണ്ടോ അവരെയെല്ലാം അത്യാവശ്യം തഴഞ്ഞു മാറ്റാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ഹൈക്കമാൻഡ് തന്നെ മുൻകൈ എടുത്തിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞപ്പോൾ ഏറ്റവും അവസാനത്തെ ഉദാഹരണം മമതാ ബാനർജിയാണ്. അതിനുമുമ്പ് കർണാടകത്തിൽ ശിവകുമാറായിരുന്നു, സച്ചിൻ പൈലറ്റ് ഉണ്ടായിരുന്നു, മാധവറാവ് സിന്ധ്യയുടെ മകനൊക്കെ എങ്ങനെ ഇതായിരുന്നു പോയി എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ കഴിവുള്ളവരുണ്ടെങ്കിൽ ഹൈക്കമാൻഡിൽ മറ്റുള്ളവർ കുറേ ഹൈക്കമാൻഡായിട്ട് കൊണ്ടുനടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന രാഹുൽ ഗാന്ധി അല്ല, മറ്റും പലരും. അവർക്ക് അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കാൻ പറ്റുന്ന ലീഡർഷിപ്പ് വന്നില്ലെങ്കിൽ തങ്ങളെ ചോദ്യം ചെയ്യും. മാത്രമല്ല, ഈ മന്ത്രിമാരെ കൊണ്ട് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന മുഖ്യമന്ത്രിയെ കൊണ്ടും മന്ത്രിമാരെ കൊണ്ടും നൂറുകണക്കിന് കാര്യങ്ങൾ, അവിഹിതമായ കാര്യങ്ങൾ വരെ സാധിക്കാൻ ശ്രമിക്കുന്ന ചില ഹൈക്കമാൻഡ് നേതാക്കളുണ്ടാവും. അതായത് ഒരു പവർ കേന്ദ്രം അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്സിന് പവർ ഒരു പുറമേയുള്ള ഒരു കേന്ദ്രം ഇതിന് നിയന്ത്രിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ആരൊക്കെ ആയിരിക്കണം ഇനി അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ഥാനത്തിരിക്കേണ്ടതെന്ന് തീരുമാനിക്കുകയും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആളുകൾ അവിടെ വന്നാൽ മതി എന്ന് പറയുന്ന അങ്ങനെയുള്ള ചില പവർ പൊളിറ്റിക്സ് കളിക്കുന്ന ആളുകളാണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും. അതിൻ്റെ ഞാൻ ഇനി പ്രകടമായ 2 ഉദാഹരണങ്ങൾ പറയുമ്പോൾ ക്ലിയറാവും. കരുണാകരനും കേന്ദ്ര നേതൃത്വമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന സമയം കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് കരുണാകരൻ ഡൽഹി ചെല്ലുന്നു.
സോണിയാഗാന്ധിയെ കാണാൻ ശ്രമിക്കുന്നു. ഒരാഴ്ചയിൽ കൂടുതൽ അദ്ദേഹത്തിന് അവിടെ സോണിയാഗാന്ധിയെ അപ്പോയിൻമെൻറ്റ് കൊടുക്കാതെ ഡൽഹിയിൽ തങ്ങേണ്ടി വരുന്നു. അതൊരു വാർത്ത. എന്നാൽ പോലും കരുണാകര വിരുദ്ധരായ ആൾക്കാർക്ക് ഇവിടുത്തെ പത്രങ്ങളിലെല്ലാം വളരെ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. കരുണാകരനെ പ്രവേശനം നിഷേധിച്ചു, കരുണാകരൻ സോണിയാഗാന്ധിയായിട്ടുള്ള അഭിമുഖം നിഷേധിച്ചു. ആ കൂട്ടത്തിൽ തന്നെ വേറൊരു വാർത്ത ഇവിടെ ഒരു എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയായിട്ട് നേരിട്ട് എപ്പോഴും സംസാരിക്കാനും കടന്നു ചെല്ലാനും ഒരു അധികാരവും അവകാശവും ഉണ്ടായിരുന്ന ആൾ തന്നെയായിരുന്നു കെ കരുണാകരൻ എന്നുള്ളത് എടുത്തു പറയേണ്ട അവസ്ഥ അല്ല. പിന്നെ അതിനേക്കാൾ കൂടുതൽ വീണ്ടും ഉണ്ട്. രണ്ടാമത് കരുണാകരനെ അവയെ നിഷേധിച്ചു എന്നുള്ള വാർത്ത മാത്രമല്ല അതിനേക്കാൾ പ്രധാനം. ടോം വടക്കനും പി ജെ കുര്യനും കെ വി തോമസും ഏത് സമയത്തും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നുകൂടെ പറഞ്ഞു. ആ സമയത്താണ് കരുണാകരന് അപ്പോയിൻമെൻറ്റ് കിട്ടാതിരിക്കുന്നത്. അപ്പോയിൻമെൻറ്റ് കിട്ടാൻ. അപ്പോൾ ഈ രണ്ട് വാർത്തകളും കൂടെ സംയുക്തമായിട്ട് വരുമ്പം ഹൈക്കമാൻഡ് പലപ്പോഴും ഹൈക്കമാൻഡിൻ്റെ നിലപാടുകൾ അല്ലെങ്കിൽ നിലപാടില്ലായ്മകൾ കുറേ കൂടെ പറയാം, നിലപാടില്ലായ്മകൾ കോൺഗ്രസിനെ തകർത്ത ചരിത്രം ഇഷ്ടം പോലെയുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ ഓരോ സ്റ്റേറ്റിലും എടുത്തു. ബംഗാളിൽ പറഞ്ഞു, മഹാരാഷ്ട്ര ശരത് പവാറിൻ്റെ കാര്യം പറഞ്ഞു, മധ്യപ്രദേശിൽ അർജുൻ സിംഗിൻ്റെ കാര്യം പറഞ്ഞു, മാധവറാവു സിന്ധ്യയുടെ കാര്യം പറഞ്ഞു. ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞ് എത്ര പേരുടെ പേര് വേണേൽ നമുക്ക് പറയാം. എന്തുകൊണ്ട് പകരം കൊണ്ടൊരു നേരെയാണ്. കേരളത്തിൽ കരുണാകരനോട് ആന്റണിയെ കൊണ്ടുവന്ന് ആന്റണിക്ക് കുറേ ജനസ്വീകാര്യതയുണ്ട്, ഉമ്മൻചാണ്ടിക്കുണ്ട്. പക്ഷേ കേരളത്തിലെ ഒരു ബ്ലോക്ക് പ്രസിഡന്റിൻ്റെ പോലും സ്ഥാനമില്ലാത്ത ആൾക്കാർ എത്ര പെട്ടെന്ന് നേതാക്കന്മാരായവരുണ്ട്. അപ്പോൾ ഈ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം തങ്ങളുടെ ചെൽപ്പടിക്ക് നിൽക്കുന്നവർ വേണം. ഇപ്പോൾ സതീശനെ എൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെടുത്തി ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം, സതീശൻ എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പലർക്കും തട്ടി കളിക്കാൻ നിന്നു കൊടുക്കുന്ന ആളായിരിക്കണം എന്നില്ല സതീശൻ. ഇത് തന്നെയായിരിക്കും കെ മുരളീധരനെ ഒഴിവാക്കി നിർത്താനുള്ള കാരണം. സ്വന്തമായ കൃത്യമായ നിലപാടുകളുള്ള ആളായതിൻ്റെ പേരിൽ തങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് സതീശനെ ആ വഴിക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അതുകൊണ്ട് കേരളത്തിലെ ഭരണസിരാ കേന്ദ്രത്തിൽ സതീശൻ വേണ്ട എന്ന് താല്പര്യമുള്ള ചില സ്ഥാപിത കക്ഷികളാണ് സതീശനെതിരെ ഈ പടയൊരുക്കം നടത്തുന്നതെന്ന് വേണോ മനസ്സിലാക്കുക? തീർച്ചയായിട്ടും. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ അംഗതങ്ങൾക്ക് വഴങ്ങുന്ന മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രശ്നത്തോട് ഞാൻ അതിൻ്റെ ഗൗരവം നമുക്ക് വീണ്ടും ഒരു വിശദമായി ചർച്ച ചെയ്യണം. എന്നാൽ പോലും പറയാം, മാത്യു കുഴൽനാടന്, റോജി എം ജോണ്, അതുപോലെ 3-4 പ്രധാനപ്പെട്ട യുവ നേതാക്കൾ സതീശനെതിരായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, ഇവരൊക്കെ നാളെ സതീശൻ മുഖ്യമന്ത്രിയായാൽ ക്യാബിനറ്റിലേക്ക് പരിഗണിക്കപ്പെടേണ്ടവരാണ്, അല്ലെ ക്യാബിനറ്റ് മന്ത്രിയാകാൻ സാധ്യതയുള്ളവരാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ട് സതീശൻ വേണ്ട എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ട് ഇവർക്ക് ആ പോസ്റ്റ് സ്വീകരിക്കാൻ പറ്റും? അപ്പോൾ ആലോചിക്കും, ഭാവിയിലേക്കുള്ള കോൺഗ്രസിൻ്റെ എല്ലാ ഡാമേജും ചെയ്യും. ഇവരുടെ അഭിപ്രായം പറയണം. ഇതിൽ ഇപ്പോൾ സാർ പറഞ്ഞൊരു വിഷയം ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യമുണ്ട്. അതായത് നമ്മൾ തെരഞ്ഞെടുപ്പിന് കുറച്ച് നാൾ പുറകിലേക്ക് പോവുകയാണെങ്കിൽ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് തെരഞ്ഞെടുപ്പ് ഗോതയിൽ നേരിട്ട് പരാജയപ്പെടുത്തണം എന്ന തരത്തിലുള്ള അഭിപ്രായഗതികളുണ്ടായിരുന്ന 2 പ്രമുഖ സാമുദായിക ആചാര്യന്മാരാണ്. ഒന്ന് NSSൻ്റെ സുകുമാരൻ നായരും മറ്റ് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനും. ഇവർ പരസ്യമായി തന്നെ വി ഡി സതീശനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് വി ഡി സതീശൻ അഹങ്കാരിയാണ്, ധാർഷ്ട്യക്കാരനാണ്, അത് ആരെയും വകവയ്ക്കാത്ത ആളാണ് എന്നൊക്കെ പറയുമ്പോൾ ഏത് തരത്തിലുള്ള അഹങ്കാരവും ധാർഷ്ട്യവുമാണ് വെള്ളാപ്പള്ളി നടേശനോട് വി ഡി സതീശൻ കാണിച്ചത് എന്നുള്ളത് ഇതുവരെയും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടില്ല. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ സതീശന് മുഖ്യമന്ത്രി പദം കിട്ടാതിരിക്കണം, അല്ലെങ്കിൽ സതീശന് ഒരു കാരണവശാലും നല്ലൊരു നേതാവാകാനുള്ള യാതൊരു തരത്തിലുള്ള ക്വാളിറ്റി ഇല്ല എന്ന് നാഴിക്ക് 40 വട്ടം പറയുകയും ചെയ്തു. ആ വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് ഭൂരിപക്ഷം കിട്ടും എന്നുള്ള ചില സൂചനകൾ പല കോണിൽ നിന്നും വരുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അതറിയാനുള്ള കൃത്യമായ സോഴ്സുകളുണ്ട്. അപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കിയിരിക്കുന്നു. ഇനിയത്തെ സർക്കാർ UDF ആയിരിക്കും, വി ഡി സതീശനായിരിക്കും ഒരു വേള UDFന് നയിക്കുക എന്നുള്ളൊരു വാർത്ത അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം മലക്കം പറഞ്ഞു. വി ഡി സതീശനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ അർഹം തന്നെയാണ് എന്ന് പറയേണ്ടി വന്നു. അപ്പോൾ ഇത്തരം ചില സാമുദായിക ആചാര്യന്മാരുടെ പിൻബലത്തിൽ ചില സ്ഥാപിത താല്പര്യക്കാർ വി ഡി സതീശനെതിരെ കുരിശുയുദ്ധം നടത്താൻ ഇറങ്ങിയിരിക്കുന്നു. അവർ ഒളിവിലിരുന്ന് സതീശനെതിരെ യുദ്ധം നടത്തുന്നതായിട്ട് അങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ സാറിൻ്റെ അഭിപ്രായം എന്താണ്? അത്തരം ചർച്ചകൾക്ക് നിന്നു കൊടുക്കുന്ന ഹൈക്കമാൻഡിനെ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നായർ സമുദായത്തെ കൂടെ നിർത്തണമെങ്കിൽ NSS വേണം, NSSനെ കൂടെ നിർത്തണമെങ്കിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വേണം. സുകുമാരൻ നായരെ UDFനൊപ്പം നിർത്തണമെങ്കിൽ രമേശ് ചെന്നിത്തല വേണം എന്നുള്ള നരേറ്റീവ് വരുമ്പോൾ കോൺഗ്രസ് തീർന്നു.
അല്ലെങ്കിൽ അടൂർ പ്രകാശ് ഉണ്ടെങ്കിൽ ഈഴവ സമുദായം കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തീർന്നു. ആ രീതിയിൽ കോൺഗ്രസിൻ്റെ അടിസ്ഥാന ശക്തിയെ കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് സമുദായങ്ങളുടെ കെയർ ഓഫിൽ അപ്പോയിൻമെൻറ്റ് മേടിക്കുന്ന സംവിധാനമാണ് അതിനെ ആദ്യം ആദ്യം തന്നെ നുള്ളിക്കളാണായിരുന്നു. അല്ല, മാത്രമല്ല സാറി പറഞ്ഞ വസ്തുതയിലേക്ക് വെളിച്ചം വീശുന്ന മറ്റൊരു കാര്യം, അല്ലെങ്കിൽ അതിന് ഉപോത്ഫലകമായ മറ്റൊരു സംഗതി കൂടിയുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പായിക്കൊണ്ട് ഈ സാമുദായിക ആചാര്യന്മാർ വി ഡി സതീശനെതിരെ നടത്തിയ പ്രസ്താവനകൾ കൂടി ഹൈക്കമാൻഡിന് മുന്നിൽ ധരിപ്പിക്കുകയാണെങ്കിൽ വി ഡി സതീശൻ ഇവർക്കൊക്കെ അപ്രിയനാണ് എന്നൊരു നറേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമ്പോൾ വി ഡി സതീശനെ പുറകിലേക്ക് മാറ്റി നിർത്താനുള്ള ഒരു സാധ്യത ഉണ്ടാകും എന്നാണ് ഇവർ കണക്കിലെടുക്കുന്നത്. അതാണോ? അങ്ങനത്തെ കണക്കിലെടുക്കുന്ന ഹൈക്കമാൻഡ് പോയാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഹൈക്കമാൻഡിന് ഇവിടെ കോൺഗ്രസ് ഉണ്ടെന്ന് അറിയത്തില്ല. സമുദായ കക്ഷികളുടെ പിന്തുണ കിട്ടുന്നതുകൊണ്ട് മാത്രം കോൺഗ്രസ് നിലനിൽക്കുന്നു എന്ന്. അല്ല, ഇവിടെ നമുക്ക് പരസ്യമായിട്ട് മറ്റൊരു കാര്യം സാറ് പറഞ്ഞതിലേക്ക് തടസ്സം ചെയ്യല്ല. ഈ ഹൈക്കമാൻഡിലുള്ള ആളുകൾ നേരിട്ട് ആരെങ്കിലും കേരളത്തിൽ വന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വി ഡി സതീശനുള്ള സ്വീകാര്യതയൊന്നും കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. ആർക്കുമില്ല, ഒരു ബ്ലോക്കിൽ പോലും ജയിക്കുകയില്ല. അത് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കിട്ടുന്നത് മറ്റൊരു തരത്തിൽ മറ്റൊരർത്ഥത്തിൽ കിട്ടുന്നതാണ്. അല്ല, അങ്ങനെ രണ്ട് നേതാക്കളെ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എത്ര നേതാക്കൾക്ക് ഈ സ്വീകാര്യത കിട്ടും? അല്ല, ബാക്കി സ്വീകാര്യത കിട്ടുന്നപ്പോൾ ആന്റണി വന്നു, ഉമ്മൻചാണ്ടിയെ ഞെട്ടിച്ചുകൊണ്ട് ആന്റണിയുടെ മുഖ്യമന്ത്രിയായിട്ട് വന്ന് സത്യപ്രതിജ്ഞ വേറെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്തി സത്യപ്രതിജ്ഞ ചെയ്തു. ഇപ്പം അങ്ങനെ വേണുഗോപാൽ വരുന്നതിനെക്കുറിച്ച് ആർക്കും തർക്കമില്ല. വേണുഗോപാൽ അതൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ടായ നീക്കുപോക്കുകളായിരുന്നു, തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. പക്ഷെ അത്തരം അഡ്ജസ്റ്റ്മെൻറ്റ് ഹൈക്കമാൻഡ് കേരളത്തിൽ ലോകത്തെങ്ങും കോൺഗ്രസ് ഇല്ലാതാക്കിയില്ലേ? അതെ, ഇത് തന്നെയാണ് ഹൈക്കമാൻഡിന് മുമ്പിലുള്ള ഏറ്റവും വലിയ വിഷയം. കാരണം 10 വർഷം കേരളത്തിൽ കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് മാറിയെന്ന് അപ്രസക്തമായി നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അശ്രാന്ത പരിശ്രമത്തിലൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭരണം കിട്ടുകയാണെങ്കിൽ വി ഡി സതീശന് അങ്ങനെ അവകാശപ്പെടാൻ സാധിക്കും. തൻ്റെ പ്രയത്നം കൊണ്ട് തന്നെയാണ്, ടീം UDFൻ്റെ പ്രയത്നം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അധികാരം കിട്ടിയെന്ന് പറയാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ അത്രത്തോളം പരിശ്രമം ചെയ്ത ഒരു നേതാവിനെ പുറത്ത് മാറ്റി നിർത്തിക്കൊണ്ട്, മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഹൈക്കമാൻഡിന് ഇത്തരത്തിലൊരു മറ്റുള്ള സാമുദായിക നേതാക്കളുടെയോ അല്ലെങ്കിൽ അവരുടെ പിൻബലത്തിൽ സംസാരിക്കുന്ന നേതാക്കളുടെ അഭിപ്രായം കേട്ടുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുമോ? അല്ല, ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ആണ്. എൻ്റെ മനസ്സിലാക്കൽ ശരിയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഈ താളത്തിൽ ഇങ്ങനെ മറ്റുള്ളവരുടെ താളങ്ങളിലേക്ക് നിന്നു കൊടുക്കുന്നു. അതായത് കേരളത്തെക്കുറിച്ച് KC വേണുഗോപാൽ ധരിപ്പിക്കുന്ന കാര്യങ്ങളിലൂടെയാണോ രാഹുൽ ഗാന്ധിയും മറ്റുള്ള ആളുകളൊക്കെ കേരളത്തെക്കുറിച്ച് അറിയുന്നത്? ആ ഒരു ഇൻപുട്ട് ആണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിനകത്ത് വീണ്ടും വരാൻ പോകുന്ന അപകടം പോട്ടെ, എല്ലാം ഇവർ രമേശ് ചെന്നിത്തലയും മറ്റേ ഇവരുടെ KC വേണുഗോപാലും ഹൈക്കമാൻഡിൻ്റെ പിന്തുണയോടെ ദീപദാസ് മുൻഷിയുടെയൊക്കെ പിന്തുണയോടെ വി ഡി സതീശനെ ഒഴിവാക്കി രമേശിനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ KC വേണുഗോപാലും വി ഡി സതീശനും കൂടെ വേറെ ഗ്രൂപ്പാവും. അല്ല, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തുടരുകയാണ്. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമീപ ഭാവിയിൽ തന്നെ കേരളത്തിൽ UDF എന്ന പ്രസ്ഥാനം തീരും, കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തീരും. കാരണം ഇതുവരെ കേരളത്തിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക്, അണികൾക്കൊക്കെ. അതായത് ഈ 2026 തെരഞ്ഞെടുപ്പിൽ ഒത്തൊരുമയോടുകൂടി എന്ന് പ്രവർത്തിച്ച് വീണ്ടും അധികാരം പിടിക്കാനാവും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. ഈ അധികാരത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ വീണ്ടും കരുണാകരൻ ആന്റണി കാലഘട്ടത്തിലുണ്ടായിരുന്നത് പോലെ അതിനേക്കാൾ ശക്തമായ രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് വഴക്ക് ഈ കോൺഗ്രസിനകത്ത് വരികയാണെങ്കിൽ തീർച്ചയായും അത് കോൺഗ്രസിന്റെ അധപതനത്തിലേക്ക് അന്ത്യത്തിലേക്ക് വഴിവെക്കുമെന്ന് സാധാരണക്കാരായ പ്രവർത്തകർക്ക് വരെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ കോൺഗ്രസ് നിലനിൽക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഈ ആളുകളാണ് ഇപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്തിരിക്കുന്നത്. എന്തിനാ ഇടതുപക്ഷത്തിന്റെ ചില ആളുകൾ വരെ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ മഹത്വം കൊണ്ടല്ല, ഈ പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി, കമ്മ്യൂണിസം നിലനിന്ന് കാണാൻ വേണ്ടിയിട്ട് പിണറായി വിജയനെ താഴെ ഇറക്കാൻ വേണ്ടി ആളുകൾ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ കേരളത്തിന്റെ ഒരു ജനവികാരം മാനിക്കാൻ, അതെന്താണെന്ന് മനസ്സിലാക്കാൻ, ആ പൾസ് കണ്ടറിയാൻ ഹൈക്കമാൻഡിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കേവലം ഗ്രൂപ്പ് കളിച്ച് വി ഡി സതീശൻ താഴെ ഇരിക്കട്ടെ, മറ്റാരെങ്കിലും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കട്ടെ എന്നൊക്കെ ഏതെങ്കിലും സാമുദായിക ആചാര്യന്മാരുടെ പിൻബലത്തോടു കൂടി ഏതെങ്കിലും നേതാക്കന്മാർ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ ഹൈക്കമാൻഡും കുറെ കാലം കഴിയുമ്പോൾ വട്ടപൂജയാകില്ലേ എന്നുള്ളതാണ്. അതെ, അപ്പൊ ആ തരത്തിലേക്ക് ഹൈക്കമാൻഡ് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഹൈക്കമാൻഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. അല്ല, ഇതിപ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും ആർക്കും അറിയത്തില്ല. നമ്മളെ സങ്കല്പമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. ഒരു കമാൻഡിങ് പവർ ഇല്ലാത്ത ഒരു ബോഡിയായിട്ട് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാൻ. അതിൻ്റെ കാരണം ഹൈക്കമാൻഡിൻ്റെ ദുർബലമായതിൻ്റെ ഏറ്റവും വലിയ കാര്യം സോണിയാഗാന്ധിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട്, മറ്റേത് ഇന്ദിരാഗാന്ധിയോ രാജീവ് ഗാന്ധിയോ വിചാരിച്ചാൽ ഇന്ത്യയിലെ ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഒരാളെ ജയിപ്പിച്ചെടുക്കാനുള്ള ഒരു കോൺഗ്രസ്സുകാരനെ MP ആക്കാൻ അവർക്ക് പറ്റുമായിരുന്നു. പക്ഷേ സോണിയാഗാന്ധിക്ക് അങ്ങനെ ഇന്ത്യയിലെ കോൺഗ്രസിനെ എല്ലായിടത്തും ജയിപ്പിക്കാൻ പറ്റുന്നില്ല. അല്ല സാർ, അതിൽ വേറെ ഒരു നമുക്ക് തോന്നുന്നൊരു വ്യത്യാസം, ഇപ്പോൾ
ഇന്ദിരാഗാന്ധിയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ എല്ലാ സംസ്ഥാനങ്ങളിലെയും കെ കരുണാകരനെ പോലുള്ള ശക്തമായ നേതാക്കന്മാരെ അവർക്കറിയാമായിരുന്നു. ഈ നേതാക്കന്മാർക്ക് അതാത് സംസ്ഥാനങ്ങളിൽ എന്ത് സ്വാധീനമുണ്ട്, അവർ വിചാരിച്ചാൽ എന്ത് നടക്കും, പാർട്ടിക്ക് അവരെ കൊണ്ട് ഏത് തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാവും എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. ഇതിപ്പോൾ സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് എത്രത്തോളം സ്വാധീനം സംസ്ഥാനങ്ങളുണ്ട് എന്നൊക്കെ ഈ അറിയണം. അപ്പൊ ആ ഒരു എന്താ പറയാ പൊട്ടൻഷ്യൽ തിരിച്ചറിയാൻ സോണിയാഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ അറിയോ എന്നുള്ളത് വളരെ സംശയം തന്നെയാണ്. ഈ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ വി ഡി സതീശനെ പോലുള്ള നേതാക്കന്മാരെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് അനുഗുണമല്ലാത്ത രീതിയിൽ ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് പോവുകയാണെങ്കിൽ ഇവിടെ UDF സംവിധാനത്തിൽ നിൽക്കുന്ന പ്രമുഖ കക്ഷികളായ മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ അതിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കും. ഈ UDF എന്ന സംവിധാനം വരെ തകരുന്ന തരത്തിലേക്കായിരിക്കും അത് മുന്നോട്ട് പോവുക എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താണ് ഈ കാര്യത്തിൽ സാറിന് പറയാനുള്ളത്? അവിടെ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഘടകകക്ഷികൾ മുസ്ലിം ലീഗ് ആണെങ്കിലും പിന്നെ മറ്റേ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ഏതെങ്കിലും സീറ്റ് കിട്ടിയെങ്കിലുള്ളൂ. RFP ഉണ്ട്. RFP ആ പൊതു ധാരണ നിൽക്കുന്നത്. അതെ, ഇവിടെ ഘടകകക്ഷികളും ദുർബലനായ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ഇഷ്ടപ്പെടും. അതിന് വേറെ സൈക്കോളജി ഉണ്ട്. അവരുടെ നിയന്ത്രണത്തിൽ അവരുടെ കൺട്രോളിൽ നിൽക്കാൻ അവരെ കാണുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ കാണുമ്പോൾ അല്ലെ PJ ജോസഫിനെ മോഹൻസിനെ കാണുമ്പോൾ ചാടി എഴുന്നേൽക്കുന്ന മുഖ്യമന്ത്രിയാണ് അവർക്ക്. അത് മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി കസേരയിരിക്കുമ്പോൾ ആരാണ് ഭരിച്ചതെന്നുള്ളത് ഇല്ലേ, ഡ്രൈവ് നടത്തുന്ന രീതിയിലുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇരുത്താൻ ആ ഒരു കൾച്ചറും കോൺഗ്രസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കൾച്ചറും കോൺഗ്രസ്സിൽ അതിനെ നമ്മൾ കാണാതെ പോരുത്. പക്ഷെ ഇതിനൊക്കെ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ബീജാഭാവം കൊടുത്ത് വളർന്നു വന്ന വേറൊരു സാഹചര്യമുണ്ട്. അതിപ്പോൾ നമ്മളൊക്കെ ആ കോൺഗ്രസ് അതുകൊണ്ടാണ് കോൺഗ്രസ് ആയിരിക്കുന്നത്. അതാണ് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് എടുത്ത് മുദ്രാവാക്യം വിളിക്കാൻ പോയിട്ട് സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും കോൺഗ്രസിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളത് അത് മഹാത്മാഗാന്ധിയാണ്. അതെ, ഈ ഒറ്റ ഇപ്പം ഒരു ഉമ്മൻചാണ്ടിയുടെ കാലം കഴിഞ്ഞ ശേഷം ഉമ്മൻചാണ്ടിയുടെ കാലം വരെ കട്ടിച്ച് നമുക്ക് പറയാം. ജനങ്ങളുടെ സ്വീകാര്യതയുള്ള നേതാക്കന്മാർ എത്ര പേരുണ്ടെന്നൊന്ന് ആലോചിക്കും. ഇപ്പം കേരളത്തിൽ പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ജനങ്ങളുടെ പൊതു സ്വീകാര്യത എടുത്താൽ VD സതീശൻ തന്നെ ഒന്നാമത്തെ ആൾ. രണ്ടാമത്തെ ആൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആരുമല്ല, ഷാഫിയാണ്. ഷാഫി അത് ഇന്ന് കോൺഗ്രസിന്റെ യുവ നേതാക്കളിലെ ഏറ്റവും ജനങ്ങൾ സ്വീകാര്യതയുള്ള ഷാഫി പറമ്പിൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത കെ മുരളീധരനുണ്ട്. അല്ല, കെ മുരളീധരൻ കോൺഗ്രസിലെ ശശി തരൂരുണ്ട്. അവിടെയൊക്കെ തീർച്ചയായിട്ടും ഈ രണ്ട് ഗ്രൂപ്പുകൾക്കും സ്വീകാര്യനായ ഒരു നേതാവെന്ന രീതിയിൽ ഒരു സമവായത്തിലെത്താണെങ്കിൽ ഒരു തിരുവനന്തപുരത്തിലേക്ക് ഈ കാര്യങ്ങൾ ഇതിൽ പറ്റിയ ഒരു തകരാറെന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല കിട്ടിയ അവസരം കൊണ്ടക്കളഞ്ഞു. ഒന്ന് പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ 2024 തെരഞ്ഞെടുപ്പിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എല്ലാം കോവിഡിനെ കുറ്റം പറഞ്ഞ് മാറി. കോവിഡ് വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഇടതുപക്ഷത്തിന് താലത്തിൽ അങ്ങ് വെച്ചു കൊടുത്തു ഭരണം. പിന്നെ ജയശങ്കർ ഒരു ചർച്ചയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കഴിഞ്ഞ 25 വർഷത്തിനിടയ്ക്ക് നിയമസഭാ കക്ഷിയിലേക്ക് കോൺഗ്രസ് ജയിച്ചിരിക്കുന്ന ഒരു പ്രാവശ്യമാണ് 2014. അത് 2 സീറ്റ് കിട്ടിയ ജയിച്ചെന്ന് പറയുന്നത്. അപ്പോൾ സംഘടന ഇല്ല എന്നുള്ള ബോധം ഇപ്പം ഈ വാച കഴിക്കുന്നവർക്ക് വേണ്ടേ? അവരുടെ കാലത്ത് ഇതില്ലാതായത് സംഘടന ഇല്ലാതായ നിർജീവാവസ്ഥയിൽ നിന്ന് ഇന്ന് കാണുന്ന സജീവാവസ്ഥയിലേക്ക് കൊണ്ടുവന്നതിന് പങ്കുണ്ട്. അപ്പോൾ ഒരു വാചകം പറഞ്ഞു വേണം നമുക്ക് ചുരുക്കാം. ദ അവൈലബിൾ ബെസ്റ്റ്, ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും നല്ല ചോയ്സ് VD സതീശനാണ്, മറ്റാരുമല്ല എന്ന് പറഞ്ഞു നിർത്തേണ്ടി വരും. തീർച്ചയായും അത് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞ് കേരളത്തിന്റെ സാഹചര്യം മനസ്സിലാക്കി തീരുമാനമെടുത്തില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പഴയ നിലയിലേക്ക് കേരളത്തിൽ അധപതിക്കും എന്നുള്ളതിന് യാതൊരു തർക്കമില്ല. ഈ VD സതീശൻ എന്ന ഒരു നേതാവിലേക്ക് ഊന്നിക്കൊണ്ട് ഇവർ ഈ ചർച്ചകളൊക്കെ കൊണ്ടുപോകുമ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള അവരുടെ യഥാർത്ഥ ഉദ്ദേശവും രഹസ്യവും ഇത് തന്നെയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാം. നല്ല തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.